ഗ്ലോറി ബി ടു ഗോഡ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. നല്ല ഇടയനായ ആ കർത്താവിൻ്റെ കൈക്കലെ ആടുകളായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും നമ്മെ പിടിച്ചു പറിക്കുവാനോ നശിപ്പിക്കുവാനോ ഒരിക്കലും സാധ്യമല്ല. ആ കർത്താവ് നമ്മെ കരം പിടിച്ച് വഴി നടത്തും, നമ്മെ താങ്ങി നടത്തും, നമ്മെ ബലപ്പെടുത്തും, നിത്യതയോളം നമ്മെ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ആയതിനാൽ എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ കൈക്കരുത്ത് കൊണ്ട്, എൻ്റെ കൈബലം കൊണ്ട്, എൻ്റെ കൈ സാമർഥ്യം കൊണ്ട്, എൻ്റെ കൈമിടുക്ക് കൊണ്ട് സകലതും സാധ്യമായി, ഇനിയും എല്ലാം സാധ്യമാകും എന്ന് സ്വയം പ്രശംസിച്ചു കൊണ്ടിരിക്കാതെ എല്ലായ്പ്പോഴും നമ്മെ വഴി നടത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ആ ബലമുള്ള കൈകീഴിൽ താണിരിക്കുക, ദൈവത്തിന് കീഴടങ്ങാം. നിശ്ചയമായി ആ കർത്താവ് നമ്മെ നടത്തും, നമുക്ക് നിത്യജീവനെ നൽകി നിത്യതയോളം നമ്മെ ചേർത്തുകൊള്ളും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്കാധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 28-29 വചനങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏതു വലിയ പ്രശ്നങ്ങളായിരുന്നാലും, ഏതു വലിയ തടസ്സങ്ങളായിരുന്നാലും, ഏതു വലിയ പ്രതിസന്ധികളായിരുന്നാലും അതിനെയൊക്കെ കാളും വലിയവനായ, ഏറ്റവും വലിയവനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, നാം ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയായിത്തീരുന്നു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും നശിച്ചു പോകുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല എന്ന് യേശു പറഞ്ഞത് തൻ്റെ ആടുകളെക്കുറിച്ചാവുന്നു. ആ ആടുകളുടെ പ്രത്യേകത 27-ാം വചനത്തിൽ നാം വായിക്കുന്നു. 26-27 വചനങ്ങൾ. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായ്കയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. അതെ, ദൈവത്തിൻ്റെ ആടുകളുടെ പ്രത്യേകത ഇതാണ്. ദൈവത്തിൻ്റെ ആടുകൾ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു, കേൾക്കുന്നു, ആ ദൈവത്തെ അനുഗമിക്കുന്നു. എന്നാൽ ഈ ആടുകളുടെ കൂട്ടത്തിൽ അല്ലാത്തവർ നല്ല ഇടയനായ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നില്ല, ആ ശബ്ദം ശ്രവിക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല, വിശ്വസിക്കുന്നില്ല, അവരുടേതായ വഴികളിൽ കടന്നു പോകുന്നു. നാം ഏത് കൂട്ടത്തിലുള്ളവരാണ് എന്ന് നമ്മെ തന്നെ ഒന്നുകൂടെ ശോധന ചെയ്യാം. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട്, ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഓരോ നാളും ദൈവഹിതപ്രകാരമാണ് നാം മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ നമ്മുടെ ഓരോ മൂവ്മെൻറ്റ്സും നമ്മുടെ കർത്താവ് അറിയുന്ന ദൈവമാണ്. ആ കർത്താവ് നമ്മെ, നമ്മുടെ ഭാവിയെല്ലാം ആ ദൈവം കരുതിക്കൊള്ളും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് അറിഞ്ഞ് ജയത്തോടെ നമ്മെ നടത്തും. ആരെല്ലാം നമ്മെ കൈവിട്ടാലും കൈവിടാത്തവനായ കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മെ താങ്ങി നടത്തും. മാത്രമല്ല, യാതൊരു വ്യക്തിക്കോ ശക്തിക്കോ നമ്മെ നശിപ്പിച്ച് കളയുവാൻ സാധ്യമല്ല. നശിപ്പിക്കും, തകർക്കും, മുടിക്കും, നിർമൂലമാക്കും എന്നു പറഞ്ഞ് എത്ര വെല്ലുവിളികൾ, മാനുഷികവും പൈശാചികവുമായുള്ള വെല്ലുവിളികൾ ഉയർന്നാലും യാതൊന്നിനും നമ്മെ അടുക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല, ആരും അവയെ ആ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന്, ആ വലിയവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അത് പാപം നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ
അനീതി നിറഞ്ഞ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ, ദുഷ്ടനായ സാത്താൻ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ, നമ്മെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സകലരെയും നമുക്കുള്ളതിനെയൊക്കെയും ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിനായി സമർപ്പിച്ച് ഓരോ നാളും ദൈവശബ്ദം കേട്ട് മുന്നോട്ട് നീങ്ങുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇനിയും നമ്മെ നടത്തും, നമ്മെ ബലപ്പെടുത്തും, നമ്മെ വഴി നടത്തും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു.